അങ്ങ് തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നല്ലോ 2019. ഈ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷനിൽ പോയിട്ട് ഉള്ള ആൾ കൂടിയാണ് അങ്ങ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം 2019 കൊണ്ടുപോയിട്ടുള്ള അതേ പാളികളല്ല തിരികെ കൊണ്ടുവന്നത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ 99 തന്നെ സ്വർണ്ണ പാളികൾ പൊതിഞ്ഞിരുന്നുവല്ലോ ഈ ദ്വാരപാലക ശില്പത്തിൽ അടക്കം. അതായത് വിജയ് മല്യ വഴിപാട് നടത്തുമ്പോൾ അന്നത്തെ പത്ര റിപ്പോർട്ടുകളുണ്ട് എവിടെയൊക്കെയാണ് സ്വർണം പൊതിഞ്ഞിട്ടുള്ളതെന്ന്. അതിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുമുണ്ട്. അപ്പോൾ ഈ ദേവസ്വം രേഖകളിൽ കാണുന്നത് ചെമ്പ് പാളികൾ മദ്രാസിലേക്ക് കൊടുത്തുവിട്ടു എന്നുള്ളതാണ്. 99 സ്വർണമായിരുന്നത് എങ്ങനെയാണ് 2019 ഈ ചെമ്പായി മാറിയത്? അല്ല, ഈ 2019 ചെമ്പാണെന്നും പറഞ്ഞ് എഴുതി ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ചെമ്പാണോ സ്വർണമാണോ എന്നുള്ളതിനാണ് ഇപ്പൊ അവ്യക്തത കിടക്കുന്നത്. അതായത് നമ്മുടെ ഈ വിജയമല്യ ഇത് സ്വർണം പൂശിയപ്പോഴും വിജയമല്യ ഫ്രണ്ടില് ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും, ദ്വാരപാലകരുടെ ഇത് സ്വർണം പൂശിയിട്ടുണ്ടെങ്കിലും, കൊടിമരം സ്വർണം പൂശിയിട്ടുണ്ടെങ്കിലും, ശബരിമലയെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്, ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതെല്ലാം റെക്കോർഡിക്കലി ഒരു രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തണം. അത് ആധികാരികമായ രജിസ്റ്ററാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉത്ഭവകാലം മുതൽ തന്നെ ഈ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. 1252ഓളം ക്ഷേത്രങ്ങളിൽ ഈ രജിസ്റ്ററുണ്ട്. തിരുവാഭരണം രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ആ രജിസ്റ്ററിനകത്ത് സ്വർണം വെള്ളിക്ക് പ്രത്യേകം, പട്ടുപരുവട്ടം പ്രത്യേകം, ഭരണിപാത്രം പ്രത്യേകം, മറ്റിനം പ്രത്യേകം, ഇങ്ങനെ 4 രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇനി എന്തൊക്കെ സാധനം ഏതൊരു ഭക്തൻ അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചിരുന്നാലും അതിൻ്റെ തൂക്കം എഴുതുന്ന ഒരു രജിസ്റ്ററാണ് ഈ പറഞ്ഞത്. ആ രജിസ്റ്ററിനകത്ത് ഇത് മാർക്ക് ചെയ്ത് അതിൻ്റെ തൂക്കം എഴുതിയിരുന്നു എന്ന് വരികിൽ ഇത് യാതൊരു വിവാദവും ഇതിനകത്ത് ഉണ്ടാവില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിക്കുന്ന സമയത്ത് അറിയാം ഇത് സ്വർണ്ണമാണോ ചെമ്പാണോ എന്ന്. അഥവാ ഇത് എൻട്രി ചെയ്തിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ വീഴ്ച. എഴുതിയിട്ടില്ലെന്ന് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവാഭരണം അവിടെ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്ററാണ്, ശബരിമലയിൽ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്ററാണ്. ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ആറന്മുളയാണ്. അപ്പോൾ ആറന്മുളയിൽ നിന്നും ഇത് വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. അതിനുള്ള സാഹചര്യം എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ 4 മാസത്തെ കാലയളവിലാണ് അവിടെ തിരുവാഭരണം കമ്മീഷണറായിട്ട് ജോലി ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ സ്ട്രോങ് റൂം പരിശോധനയും മറ്റ് കാര്യങ്ങളൊക്കെ 2.5 മാസത്തോളം രാപകലില്ലാതെ അവിടെ കിടന്ന് ഇത് തിട്ടപ്പെടുത്തി കോടതിക്ക് 100-300 പേജുള്ളൊരു റിപ്പോർട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് എൻ്റെ ഭരണകാലത്ത്. അപ്പൊ ഇതിനകത്ത് അത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു വിവാദങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അന്നില്ല. അതെ, 1998 പത്രവാർത്ത ഇങ്ങനെയാണ്: ശ്രീകോവിലിന്റെ മേൽക്കൂര 4 നാഗരൂപങ്ങൾ ഉൾപ്പെടെ സീലിംഗ്, ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അയ്യപ്പചരിതം എഴുതിയ തകിടുകൾ, 2 ആർച്ചുകൾ, കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ഉപക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളായ കന്നിമൂല ഗണപതിയുടെയും നാഗരാജാവിന്റെയും 2 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, 2 ദ്വാരപാലകന്മാർ, ശ്രീകോവിലിലെ 3 കർണകൂടവും തൂണുകളും, ശ്രീകോവിലിന്റെ മുഖ്യ കവാടം എന്നിവയാണ് സ്വർണം കൊണ്ട് പൊതിഞ്ഞത്. അതായത് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് 1998 4/9/98 ഇറങ്ങിയ പത്രങ്ങളിൽ കൃത്യമായി അന്നത്തെ വഴിപാട് എന്തായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ സ്വർണം പൂശിയ ശബരിമല ശ്രീകോവിൽ ഇന്ന് ഏറ്റെടുക്കുമെന്നാണ്. അപ്പോൾ 98 സ്വർണം പൂശി തുറന്നു കൊടുത്ത സമയത്ത് ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. അത് 2019 ആകുമ്പോൾ ചെമ്പ് പാളികളായി മാറിപ്പോയത് ആശ്ചര്യജനകമാണ്. അതാണ് ഞാൻ ആ സംശയം ചോദിച്ചത്. അല്ല, അതിപ്പം വന്നത് പത്രവാർത്തയല്ലേ വന്നത്. ഈ പത്രവാർത്തയിൽ കണ്ടുകൊണ്ട് ഇത് എങ്ങനെ ആധികാരികത പറയും? പത്രവാർത്ത കണ്ട ആധികാരികത നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പത്രവാർത്തയെക്കാട്ടിലും ആധികാരികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്ററിനകത്ത് അത് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ രജിസ്റ്ററിൽ എൻട്രി ചെയ്താൽ മാത്രമേ അത് ദേവസ്വത്തിന്റെ സ്വത്താവുള്ളൂ. ഇനി വിജയമല്യ പൂശിയിട്ട് വെറുതെ പോയിരുന്നാൽ അത് സ്വത്താവത്തില്ല. ഇത് ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്ത് അളവും തൂക്കവും കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഒന്നത്. രണ്ടാമത് ഈ നമ്മുടെ ആ രജിസ്റ്റർ പ്രകാരം ചേർക്കുന്ന സ്വർണ്ണ വകകൾ അത് എത്ര ഉണ്ടോ അതിൽ നിന്ന് ചിലപ്പം കൊടിമരം ചെയ്യാൻ നമ്മൾ കൊടുക്കാറുണ്ട്, മറ്റ് ക്ഷേത്രങ്ങളിൽ പണി ചെയ്യാൻ കൊടുക്കാറുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഈ സ്വർണം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്ററിലെ ഈ നമ്പറും പടിയുള്ള സാധനത്തിൻ്റെ അളവിൽ നിന്നുമാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. മിച്ചമുള്ള സാധനം അതിനകത്ത് എൻട്രി ചെയ്ത് കുറവീണം. അങ്ങനെ പ്ലസ് ആൻഡ് മൈനസ് സ്റ്റേറ്റ്മെന്റ് എല്ലാ 3 മാസത്തിലൊരിക്കലും തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ചിരിക്കണം. ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവാഭരണം കമ്മീഷണർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പരിശോധനയ്ക്ക് പോകുന്നത്. 8-10 വർഷമായിട്ട് തന്നെ നടക്കാറില്ല. പ്ലസ് ആൻഡ് മൈനസ്
ഇപ്പോ ഈ ശ്രീകോവിലാവട്ടെ അതല്ലെങ്കിൽ മറ്റ് ചോദിച്ചോളൂ. ഇടങ്ങളിലാവട്ടെ ഇവിടെയുള്ള ഈ കാര്യങ്ങൾ അറ്റകുറ്റപ്പണികൾ ചിലപ്പോൾ നടത്തേണ്ടി വരും. അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള കാണിക്കയായി കിട്ടിയതോ അല്ലാത്തതോ ആയിട്ടുള്ള വസ്തുക്കൾ മറ്റൊരു സംസ്ഥാനത്തേക്ക് അങ്ങനെ കൊടുത്തുവിടാൻ പറ്റുമോ? അതിന് വ്യവസ്ഥയുണ്ടോ? അല്ല, ഒരു ക്ഷേത്രത്തിലെ ഇനി അത് കേട്ടോളൂ, ഒരു ക്ഷേത്രത്തിലെ എന്ത് റിപ്പയർ ഉണ്ടെങ്കിലും, അതായത് തിരുവാഭരണങ്ങളെ സംബന്ധിച്ച് എന്ത് റിപ്പയർ ഉണ്ടെങ്കിലും ആ സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് ഒരു റൂള് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂൾ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്ത് സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുള്ള റൂളാണ്. ആ റൂളിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എ പ്ലേസ് നമ്മൾ ഒരു പ്രത്യേക സ്ഥലം, ദേവസ്വത്തിൽ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി, ഏത് ദേവസ്വത്തിലാണോ റിപ്പയർ ചെയ്യുന്നത് ആ ദേവസ്വത്തിൽ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി അതിൻ്റെ പ്രെമിസസിൽ വെച്ച് മാത്രമേ ഇത് ചെയ്യാവൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ സ്റ്റാറ്റ്യൂട്ട് ഇത് നിലനിൽക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഒരു സാധനം എടുത്ത് പുറത്തു കൊണ്ടുപോകാൻ പറയാൻ പറ്റുമോ? ഇല്ല. റൂൾ അമെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടിന്റെ വയലേഷനാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവ് തന്നെ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിലും ചെയ്യണം എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. മേൽനോട്ടം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു ഭക്തന് അവിടെ തിരുവാഭരണത്തിന്റെയോ അതല്ലെങ്കിൽ ക്ഷേത്രാചാരങ്ങളുടെയോ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭക്തൻ വന്നാൽ ആ ഭക്തൻ എടുത്തുകൊണ്ട് പോയി നന്നാക്കിക്കൊണ്ട് തിരിച്ചു വരട്ടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാധാരണ നിലയ്ക്കുള്ള ബുദ്ധിക്ക് നിരക്കുന്നത്. അല്ലാതെ എങ്ങനെയാണ് അത് സംഭവിക്കുക? അത് അങ്ങനെ കൊടുക്കാൻ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഓർഡറിന്റെ വയലേഷൻ ആണെന്ന് പറയാൻ കാരണം അതാണ്. അതിന് ഉദാഹരണമായിട്ട് 2018 അനന്തഗോപൻ സാറ് പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ അന്ന് അവിടെ ശ്രീകോവിൽ ചോർച്ച വന്നപ്പോഴത്തേക്ക് പണി ചെയ്തല്ലോ. അവിടെ പണിക്കാരെ അവിടെ കൊണ്ടുവന്നാണല്ലോ പണി ചെയ്യിച്ചത്. അപ്പോൾ ഇവർക്കിതൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അവർക്കിതെല്ലാം അറിയാമല്ലോ. ഒരു രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്യണമെന്നും അത് പ്രെമിസസ് വിട്ട് പുറത്ത് പോകാൻ പാടില്ലെന്നും അവിടെ കൊണ്ടുവച്ച് ചെയ്യണമെന്നും ഇതെല്ലാം അറിയാവുന്ന ആൾക്കാർ തന്നെ ആണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പം എന്തുകൊണ്ട് അത് സംഭവിച്ചു? ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന സ്റ്റാറ്റ്യൂട്ട് വയലേറ്റ് ചെയ്തു. രണ്ടൊരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തയച്ചു. ആ സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തയച്ചത് തന്നെ 30 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ നിർമ്മാണശാലയിൽ എത്തിയിട്ടുള്ളത് എന്ന മൂന്നാമത്തെ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി നിയമങ്ങളുടെ ലംഘനമാണ്. ഇന്നലെ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യം തിരികെ എത്തിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെ തൂക്കപരിശോധന നടത്തി രജിസ്റ്ററിൽ എൻട്രി ചെയ്യാതിരുന്നത് എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു. ഈ കൊണ്ടുപോയതാണോ തിരികെ വന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴല്ല ഇതിന്റെ തൂക്കം നോക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ പറയുന്നത് ഈ ചാനൽ വാർത്തകളിലും ന്യൂസിലും ഒക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഇത് പൂശിയിട്ടുണ്ടെന്നാണല്ലോ പത്രവാർത്ത ഉണ്ടെന്ന് പറയുന്നത്. അന്ന് 98 പത്രവാർത്ത കൊണ്ട് ഇത് ദ്വാരപാലകരും പൂശിയിട്ടുണ്ടെന്ന് പറയണത്. അപ്പോൾ ഇത് ഇപ്പോൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴല്ല ഇത് തൂക്കം നോക്കേണ്ടത്. ഇത് അന്ന് വിജയ് മല്യ ചെയ്തപ്പോൾ എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര കിലോ സ്വർണം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്യണം. അത് എൻട്രി ചെയ്തിരുന്നെങ്കിൽ ഈ വിവാദം വരില്ലായിരുന്നല്ലോ. അത് സ്വർണ്ണമാണോ ചെമ്പാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമാവുമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പം പിന്നെ തൂക്കേണ്ട കാര്യം എന്തുവാണ്? ഇപ്പം തൂക്കേണ്ട കാര്യമില്ല. അന്നത്തെ ഇത് അളവ് നോക്കുമ്പോൾ അറിയാം. അഥവാ തൂക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത് എടുത്ത് തൂക്കി കഴിയുമ്പോൾ സ്വർണത്തിൻ്റെ അംശം കുറഞ്ഞിരുന്നാലും ഞാൻ ചെന്നൈയിൽ പോയി തൂക്കിക്കൊണ്ടുവന്ന ചെമ്പിൻ്റെ മകസർ കിടക്കുകയാണ്. ചെമ്പിൻ്റെ മകസറും സ്വർണം കുറഞ്ഞു പോയതിൻ്റെ മകസറും തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതിയല്ലോ. എത്ര സ്വർണം കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കാമല്ലോ. രജിസ്റ്ററിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സുതാര്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. പോയല്ലോ ഈ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തൻ ചെന്നൈയിലേക്ക് ഈ പിന്നെ പാളികൾ കൊണ്ടുപോയതിനെ തുടർന്ന് താങ്കൾ ആ സ്ഥലത്ത് പോയല്ലോ, ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയല്ലോ. അപ്പോൾ നേരിട്ട് കണ്ട ബോധ്യം എന്താണ്? ഇത് സ്വർണം അന്ന് കണ്ടത് ചെമ്പായിരുന്നോ? അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ചെമ്പ് പാളികൾ 14 പീസുള്ള ചെമ്പ് പാളികളാണ് കൊണ്ടുവച്ചത്. അത് എല്ലാവരെയും പ്രസൻസിലാണിത്. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഞാൻ, എൻ്റെ ഓഫീസിലെ സൂപ്രണ്ട് സ്മിത്ത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാവരുടെയും പ്രസൻസിലാണ് ഇത് അവിടെ കൊണ്ടുവച്ച് തൂക്കുന്നത്. അത് ചെമ്പ് പാളികൾ മാത്രമായിരുന്നു, വേറെ ഒന്നുമില്ല അതിനകത്ത്. അത് മൊത്തത്തിൽ ചെമ്പ് തന്നെയായിരുന്നു. അപ്പൊ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം എവിടെ പോയി എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. തിരിച്ചു കൊണ്ടുവന്നതും സ്വാഭാവികമായിട്ടും അപ്പൊ സ്വർണം പൂശിയ ചെമ്പ് ആണല്ലോ തിരികെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ ആ കാര്യത്തിൽ ആ സമയത്ത് നടത്തേണ്ട എൻട്രികളൊക്കെ നടത്തിയിട്ടുണ്ട് താങ്കൾക്ക് ചുമതല ഉണ്ടായിരുന്ന സമയത്ത്.
അല്ല അത് അല്ല, എനിക്ക് ചുമതല ഉണ്ടായിരുന്നപ്പോഴല്ല ചെയ്യേണ്ടത്. ഇത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിലാണ് ഈ രജിസ്റ്റർ സൂക്ഷിക്കുന്നത്. അവിടുത്തെ രജിസ്റ്ററിനകത്ത് ഇത് എൻട്രി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തിരിച്ചു കൊണ്ടുവന്നപ്പോഴെങ്കിലും അത് രജിസ്റ്ററിൽ എൻട്രി ചെയ്യണ്ടേ? അത് ചെയ്തിട്ടുണ്ടോ എന്നാണ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ ഇത് ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു. അവിടെ ഏതൊരു സ്വർണ്ണം ഒരു ജൂലൈയിലോ മറ്റോ ആണ്, ജൂലൈ പകുതിക്കാണ് ഇത് അഴിച്ചുകൊണ്ട് പോകുന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുള്ള ദ്വാരപാലക ജൂലൈ 19 അയച്ചുകൊണ്ട് പോകുന്നത്. ഇത് അഴിച്ചുകൊണ്ട് പോയ ശേഷം ഒരു മാസം ഈ ആഭരണശാലയിൽ എത്തിക്കാതെ ഇയാൾ ഇത് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുകയോ തിരക്കുകയോ അന്വേഷിക്കുകയോ അന്നും ചെയ്തിരുന്നോ? അല്ല, അത് ചോദിക്കേണ്ടതോ തിരക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമൊന്നും വന്നിട്ടില്ല. കാരണം ഇത് ഈ പൊളിച്ചോണ്ട് പോയ വിവരങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഞാൻ അറിയുന്നില്ലല്ലോ. അതിനു മുമ്പുള്ള തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വേണം ഇത് പൊളിച്ചു കൊടുക്കാനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊളിച്ചു തൂക്കി ആ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കൊടുത്തിട്ടുണ്ടോ? ഞാനൊരു പുതിയ സ്ഥലത്ത് ചെന്ന് ചാർജ് എടുക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പൊ തിരിച്ച് ഞാൻ ഇത് പൂശാനായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നിർദ്ദേശം കിട്ടുമ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത്. അപ്പൊ അത് തിരുവാഭരണം കമ്മീഷണറുടെ ഉത്തരവാദിത്വത്തിലായിരിക്കണമല്ലോ ഇത് ചെയ്യാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോകുന്നത്. അല്ല, അപ്പൊ അതിനകത്ത് മറ്റു വിവാദങ്ങളൊന്നും അപ്പോഴില്ല. അല്ല, അപ്പൊ ഈ എന്തെങ്കിലും സംശയം അന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു ഭക്തൻ ഈ സാധനം അഴിച്ചുകൊണ്ട് പോകുന്നു, ഈ പാലുകൾ സംശയം തോന്നേണ്ട കാര്യമില്ലല്ലോ. പാലുകൾ അഴിച്ചുകൊണ്ട് പോയിട്ട് ഇത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ടാണല്ലോ അഴിച്ചുകൊണ്ട് പോയത്. അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അഴിച്ചുകൊണ്ട് പോയ ഈ പാലുകൾ ഒരു മാസം വരെ സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിച്ചത് എന്തിനാണ്? അയാൾ എന്തുകൊണ്ടാണ് ഈ സ്മാർട്ട് ക്രിയേഷനിൽ അത് കൊടുക്കാതിരുന്നത് എന്ന കാര്യം അതിലൊരു സംശയം തോന്നിയിട്ടില്ലേ? അല്ല, അതിൽ സംശയം തോന്നേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇപ്പോഴല്ലേ ഞാൻ അറിയുന്നത് ജൂലൈ 19-നും 20-നും ഇത് അഴിച്ചുകൊണ്ട് പോയതെന്ന്. അതായത് ജൂലൈ 19-നും 20-നും ഇത് അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. അല്ലാതെ നമ്മുടെ അവിടെ ഇതിന്റെ രജിസ്റ്ററും മഗസറും എല്ലാം എന്ന് പറയുന്നത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ സൂക്ഷിക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മളെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഒരു സാധനം ചെന്നൈ കൊണ്ടുപോയിട്ടുണ്ട്, ഒരു ഭക്തന്റെ കെയർ ഓഫിൽ കൊണ്ടുപോയിട്ടുണ്ട്, അത് സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് താങ്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അത് ഓർഡറിനകത്തും പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. മനസ്സിലായി. ഞാൻ അങ്ങയിലേക്ക് വരാം.